ചോറ് കഴിക്കാം കേട്ടോ. ഓണസദ്യ ഉണ്ട്. മോര് കറി, ചിക്കൻ കറി, ചേന മെഴുക്കുവരട്ടി, പിന്നെ എൻ്റെ കാന്താരി. ഇതാണ് എൻ്റെ ഓണസദ്യ കേട്ടോ. ഞാൻ പറയുന്ന കള്ളമാണെങ്കിൽ കാണിച്ചു തരാമല്ലോ. കണ്ടോ? കാന്താരി, ചേന മെഴുക്കുവരട്ടി, പിന്നെ ഇന്നലത്തെ ചിക്കൻ കറി, മോര് കറി. ഇതാണ് എൻ്റെ ഓണസദ്യ. അപ്പം എല്ലാവരും ചോറൊക്കെ ഉണ്ട്. ചോറല്ല, സദ്യ കഴിച്ച് സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുമല്ലേ. പായസമൊക്കെ കുടിച്ചായിരിക്കും അല്ലേ. അടപ്രഥമൻ, പാലട, സേമിയ, കടല. നല്ല വെയിൽ. എന്തോ ഓർത്തിരുന്നു പോയി കേട്ടോ. ഓണത്തുമ്പി പാടൂ. അപ്പം എല്ലാവരും സദ്യയൊക്കെ കഴിച്ച് കിടന്നൊക്കെ ഉറങ്ങി. ഊണ് കഴിഞ്ഞൊരു ഉറക്കം ഉണ്ടല്ലോ. ഉണ്ടാൽ ക്ഷീണം തെണ്ടിക്കും ഉണ്ടാവും എന്ന് പഴമക്കാരുടെ ഒരു ചൊല്ലുണ്ട്. അപ്പം പോയി കിടന്നുറങ്ങി അടുത്ത സദ്യ ഉണ്ണാൻ വരിക. അപ്പോൾ ഓക്കെ, ബൈ ബൈ. അപ്പം ഞാൻ ചോറ് ഊണ് കഴിഞ്ഞ് കേട്ടോ. പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഓണത്തിൻ്റെ സദ്യയുടെ കൂടെ മീൻ ഇറച്ചിയൊക്കെ കഴിക്കണ ആരെങ്കിലും ഉണ്ടോ? പണ്ട് എൻ്റെ ചെറുതിലേന്നും കഴിക്കത്തില്ലായിരുന്നേ. അപ്പം ഞാൻ ഹിന്ദുക്കളിൽ കൂടിയ ആൾക്കാരുടെ കൂടാണ് ഓണമൊക്കെ ആഘോഷിച്ചത്. അപ്പം അവിടെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ വീട്ടിലൊക്കെ ഓണത്തിന് സദ്യയുടെ കൂടെ തലേ ദിവസം മീൻ മേടിച്ച് വറുത്തോ അല്ലെങ്കിൽ കറി വെച്ചോ ഒക്കെ വെക്കും കേട്ടോ. അപ്പം തലേ ദിവസം ഓണത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെക്കാറുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. പിന്നെ നല്ല എന്താണ് നല്ലതെന്ന് പറഞ്ഞാൽ കൂടിയ ഹിന്ദുക്കളുണ്ടല്ലോ, കൂടിയ ജാതിക്കാർ പണ്ട് കഴിക്കത്തില്ലായിരുന്നു. ഇപ്പം എനിക്കറിയത്തില്ല എങ്ങനെയാണെന്ന്. പണ്ടത്തെ കാര്യം എനിക്ക് കഴിക്കത്തില്ലായിരുന്നു. ഇപ്പം എനിക്കറിയാൻ മേല. അപ്പം ഞങ്ങളൊക്കെ കഴിക്കും. ഞങ്ങൾ വലിയ കൂടിയ ഹിന്ദുക്കളൊന്നുമല്ല, ഞങ്ങൾ കുറഞ്ഞ ഹിന്ദുക്കളാണ്. അതുകൊണ്ട് ഞങ്ങളൊക്കെ കഴിക്കും. അതുകൊണ്ടല്ലേ വേണ്ടേ എന്നെ ഞാൻ ചോറുണ്ട് കഴിഞ്ഞു. അപ്പം
മീനില്ല, ചിക്കനാണ്. ഇന്നലത്തെ ചിക്കനും കറിയായിരുന്നു. എന്ത് വന്നാലും എന്തായാലും ഒരു ഓണം കൂടെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കടന്നുപോയി. അപ്പം എല്ലാവരും സദ്യ കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ എൻ്റെ വീഡിയോ കാണണം. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ഞാനൊരു വട്ടത്തിയോ അല്ലെങ്കിൽ എന്താ ഇവർ പറയുന്നതെന്നൊക്കെ തോന്നലുണ്ടാവും. സാരമില്ല, എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഞാൻ അന്നേരം കാണിക്കുക. അപ്പം തന്നെ ഇതെൻ്റെ ഇവിടുത്തെ ലാസ്റ്റ് അത്താഴം എന്ന് പറയുമ്പോൾ ലാസ്റ്റാണ് ഇവിടുത്തെ ആഹാരം. ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രിയും കൂടെ കഴിക്കും. അപ്പം നാളെ രാവിലെ ഞാൻ ഇവിടുന്ന് പോവുകയാണ്. എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ അത് ഞാൻ അവിടെ ചെന്ന് വീഡിയോ ഇട്ടിട്ട് പറയാം. അപ്പം ഞാൻ പോകുന്ന വീഡിയോ ഒക്കെ കാണിക്കാം. അപ്പം നാളെ രാവിലെ ഞാൻ ഇവിടുന്ന് പോവും. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ വീഡിയോ കാണുകയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ മുന്നോട്ടൊക്കെ എനിക്ക് ഒരു ഈ ജീവിതത്തിൽ നിന്നൊരു മാറ്റം ഉണ്ടാവുള്ളൂ. ഇപ്പം ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ നിന്ന് ഒരു മാറ്റം വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പം അതാണ് എൻ്റെ ഇരിപ്പിടം. അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം. ഓക്കെ.